ധന്യനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും ഈ മീഡിയയിലൂടെ ദൈവവചനം ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം കൃപ തരട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളും സർവശക്തൻ നൽകട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഓട്ടത്തെക്കുറിച്ചാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ ഓട്ടം ഓടിയവരും ഓട്ടം ഓടുന്നവരും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് വിജയമാണ്. വിജയകരമായ യാത്രയ്ക്ക് നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ഓട്ടത്തിൻ്റെ നടുവിലാണ് നാം ഓരോരുത്തരും. അത് ജയിക്കുന്നതിനെക്കുറിച്ചും ദൈവവചനത്തിൽ നിന്ന് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് നിങ്ങളോട് ചില വാക്കുകളിലൂടെ തെളിയിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ലേഖനകർത്താവ് പറയുന്നത്, അല്ലെങ്കിൽ ലേഖനം എഴുതിയ പൗലോസ്ലീഹ ഓർപ്പിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ ഓടണമെന്ന് പൗലോസ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത്, സ്ഥിരതയോടെ ഓടുക. നമുക്ക് ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമുക്കറിയാം, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ട്രാക്ക് തെറ്റി ഓടുന്നവരും ലക്ഷ്യത്തിൽ ട്രാക്കിൽ തന്നെ ഓടി ജയിക്കുന്നവരുമായി ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പഞ്ചായത്ത് തലം മുതൽ നാഷണൽ തലത്തിലേക്കും അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ്, അതുപോലെ ഒളിമ്പിക്സ് മുതലായ ഓട്ടപ്പന്തയങ്ങൾ നാം കാണുമ്പോൾ അവർക്കൊക്കെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: ഓടി ജയിക്കുക, പ്രതിഫലം റിവാർഡ് പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അവർ വളരെ കഠിന പരിശ്രമം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചത് സ്ഥിരതയോടെ ഓടുക. ഓട്ടക്കളത്തിൽ നമ്മൾ ഓടുമ്പോൾ നമ്മുടെ സ്ഥിരത അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം നാം ഓട്ടം ഓടി തികയ്ക്കുവാൻ. ലേഖനകർത്താവ് അത് വളരെ വ്യക്തമാക്കുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഓട്ടത്തെക്കുറിച്ച് എനിക്ക് പ്രാരംഭമായി ഓർപ്പിക്കാനുള്ളത് സ്ഥിരതയോടെ ഓടുക. രണ്ടാമത് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അനേകർ ഓടുന്നുണ്ട്, പക്ഷെ അതിനകത്ത് വിരുദ് പ്രാപിക്കുന്നവനെ ഒരുവനേ ഉള്ളൂ. അപ്പം നമ്മുടെ ഓട്ടത്തിലും നമുക്ക് വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഓട്ടമായിരിക്കണം. ഇതിൻ്റെ സാരാംശങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഒന്നും തന്നെ കടന്നു പോകുന്നില്ല. കാരണം നമുക്കൊരു വിരുദുണ്ട്. ആ വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണമായിരിക്കണം നമ്മുടെ ഓട്ടം ഓടി തികയ്ക്കേണ്ടത്. മറ്റൊരു ഭാഗത്ത് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് സ്തോത്രം.
ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ഓട്ടം ഓടി തേക്കുകയാണ്. നമുക്കെല്ലാവർക്കും പുതിയ നിയമ ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസികൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെയാണ് ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസം അനുവർത്തിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അതിൻ്റെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഓട്ടമോടി നമുക്ക് തേക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇവിടെ അത് തന്നെയാണ് ലേഖന കർത്താവ് ഓർപ്പിക്കുന്നത്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ധാരാളം വിഷയങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് ഓർപ്പിക്കാനുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിന് സ്തോത്രം പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക്, ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മുടെ ഓട്ടം ഓടി തേക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും. 20-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടം ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു തന്ന വേല തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. അപ്പോൾ സുവിശേഷത്തിന് സാക്ഷ്യം പറയുവാനുള്ള ഓട്ടം. നാം ഓരോരുത്തരും സുവിശേഷത്തിന് സാക്ഷ്യം, യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം മറ്റുള്ളവരെ അറിയിക്കാൻ കടപ്പെട്ടവരാണ്. അതിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ആ വിളി യഥാർത്ഥമായി നാം മനസ്സിലാക്കിയിട്ട് സുവിശേഷത്തെ യജ്ഞം ചെയ്ത് നമ്മുടെ ലൈഫിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന പ്രതലത്തിൽ സുവിശേഷത്തിൻ്റെ വാക്താക്കളായി സുവിശേഷം അറിയിക്കുന്നതിൽ ആമേൻ ഹല്ലേലൂയ മുമ്പിൽ നിൽക്കുവാൻ, ലജ്ജ കൂടാതെ സുവിശേഷ സാക്ഷികളായി നിൽക്കുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് ഓരോരുത്തരും കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുദ്ധ പൗലോസ് പറയുന്ന സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മെ പല വിഷയങ്ങളും ലജ്ജിപ്പിക്കുമ്പോൾ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ലജ്ജ നമുക്ക് പാടില്ല. ഹല്ലേലൂയ. ഏകസത്യദൈവമായ യേശുക്രിസ്തു അല്ലാതെ, യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷാമാർഗമില്ല. ആ സന്ദേശം നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ്. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ, ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവർക്ക് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത്, ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ. അപ്പോൾ നമ്മൾ ഓടിയത്, നാം അധ്വാനിച്ചത് ഒരിക്കലും വെറുതെ ആയി പോകാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം. ഓട്ടത്തിനൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം നിത്യത ചെന്നെത്തുക, നിത്യതയിൽ കർത്താവിനോടുകൂടെ യുഗകാലങ്ങൾ വസിക്കുക. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത് ഓട്ടം സ്ഥിരതയോടെ ഓടി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ യാത്ര ചെയ്യുവാൻ, ഓട്ടം ഓടി തികയ്ക്കുവാൻ നമുക്കെല്ലാവർക്കും കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.